കണ്ടെത്തിയത് കടൽ തീരത്ത് നിന്നാണ്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. കണ്ടെത്താനുള്ളത് അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ അർജുനാണോ കേരളം കാത്തിരിക്കുന്ന, ആ കുടുംബം കാത്തിരിക്കുന്ന, എന്താണ് അർജുന് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയണമല്ലോ. കാരണം അത്രത്തോളം ജാഗ്രതയോടെ, അത്രത്തോളം പ്രതീക്ഷയോടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അർജുനായി. എത്രത്തോളം എഫേർട്ട് ആ വിഷയത്തിൽ പല വിധത്തിൽ എല്ലാവരും എടുത്തു എന്നതുകൂടി ചേർത്ത് വായിക്കണം. അപ്പോൾ അർജുൻ എന്തു സംഭവിച്ചു എന്നറിയാനുള്ള ഒരു നിർണായക നിമിഷമാണ്. ഒരുപക്ഷെ അർജുനാണ് അതെങ്കിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. മറ്റു ചില സാധ്യതകൾ കൂടി അതിനോട് ചേർത്ത് വെക്കണം എന്നതും പ്രധാനമാണ്. ഏതായാലും നിർണായകമായ നിമിഷങ്ങളാണ്. അരമണിക്കൂറിനുള്ളിലെങ്കിലും ഇതിൻ്റെ ഒരു വ്യക്തത വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ AK അഷ്റഫ് MLA അടക്കം സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ മണ്ണിടിച്ചിലുണ്ടായതിന് ഏതാണ്ട് 6 കിലോമീറ്റർ അകലെയുള്ള കടൽ തീരത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ജീർണിച്ച നിലയിലാണ് എന്നുള്ള വിവരമുണ്ട്. ഒപ്പം നമുക്ക് ലഭ്യമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് ഒരു പുരുഷന്റെ മൃതദേഹം തന്നെയാണ് എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഓരോ നിമിഷവും നിർണായകമാവുകയാണ്. ബൈജു, കേൾക്കാമോ? ബൈജു, എന്തെങ്കിലും സൂചനകളുണ്ടോ ബൈജു? രഞ്ജിത്തെ, കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ജീർണ അവസ്ഥയിലാണ് ഈ മൃതദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി തന്നെ ലഭിക്കേണ്ടത്. ഏതായാലും ന്യൂസ് 18 ഈ വിവരം ആദ്യം പുറത്തുവിടുന്നത്. ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തി എന്ന കാര്യം. ഏതായാലും അത് മൃതദേഹം കണ്ടെത്തിയെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇനി കുറച്ചുകൂടി സമയമെടുക്കേണ്ടി. കാരണം ഒരു പക്ഷേ DNA പരിശോധന ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ ഇത് ആരുടെ ഇതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. എന്തായാലും ഒരു സംശയം തോന്നിയതുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ ബന്ധുക്കളെ, ജിതിൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ ഈ വിവരം കൈമാറിയത്. എന്തായാലും അത് പോലീസ് ആ സ്ഥലത്ത് എത്തിയതേ ഉള്ളൂ. നമ്മൾ ആ വാർത്ത പുറത്തുവിടുമ്പോൾ പോലീസ് അവിടെ എത്തിയത് മാത്രമേ ഉള്ളൂ. ഇനി പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തായാലും ഒരു സാധ്യത, അത്തരത്തിൽ ഒരു സൂചന മാത്രമേ നമുക്കിപ്പോൾ ലഭിക്കുന്നുള്ളൂ. വ്യക്തമായ ശാസ്ത്രീയമായ തെളിവുകൾ ഇനി പുറത്ത് വരേണ്ടതുണ്ട്. ഇതിലൊരു കൃത്യമായ സ്ഥിരീകരണം ലഭിക്കുന്നതിന്. എന്തായാലും ഇത്തരത്തിൽ പുഴയിൽ നിന്നും മാറി കുറച്ച് അകലെയാണ് ഇത് കടൽ തീരം. അവിടെയാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഏതായാലും പുരുഷന്റേതാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നുണ്ട്. നേരത്തെ ഈശ്വർ മാൽപ്പയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ട്. പക്ഷേ അത് സമീപ ദിവസങ്ങളിലാണ്. പക്ഷേ ഇത്രത്തോളം ജീർണാവസ്ഥയിലുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സംശയം വന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ മണ്ണിടിച്ചിലിൽ കാണാതായ നമ്മുടെ അർജുൻ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും അവരുടേതാണോ എന്ന കാര്യത്തിൽ അത് ഏതായാലും കുറച്ച് സമയം കൂടി എന്തായാലും കാത്തിരിക്കേണ്ടി വരും. പ്രാഥമികമായ ബന്ധുക്കൾ ആരും തന്നെ ഇപ്പോൾ അവിടെ ഇല്ലാത്തൊരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായാലും നിർണായകമായ ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. രഞ്ജിത്ത്, നിർണായകമായ വിവരമാണ്. പോലീസ് സ്ഥലത്തുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അതിലും നിർണായക വിവരം അർജുന്റെ അനുജന്റെ DNA സാമ്പിൾ പോലീസിന്റെ പക്കലുണ്ട്. അത് പരിശോധിക്കുക എന്ന് പറയുന്നത് നിർണായകമായ കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. കടൽ തീരത്ത് നിന്നാണ് മൃതദേഹമുള്ളത്. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്നു. ജിതിന് ഒരു പ്രധാനപ്പെട്ട ആവശ്യം വന്നപ്പോൾ കോഴിക്കോട്ടേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജിതിൻ തിരിച്ച് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയേക്കാം എന്നുള്ളതാണ്. നമുക്കിനി മനസ്സിലാക്കേണ്ടത് ആരുടെയാണ് ഈ മൃതദേഹം എന്നുള്ളതാണ്. ഓരോ നിമിഷവും നിർണായകമാണ്. അവിടെ ഈ ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജീർണിച്ച അവസ്ഥയിലുള്ള ഒരു മൃതദേഹത്തെ അങ്ങനെ വളരെ പെട്ടെന്ന് കണ്ടെത്തുക, ആരാണെന്ന് അറിയുക അസാധ്യമാണ്. നമുക്ക് 20 ദിവസം കഴിഞ്ഞു ഈ സംഭവം എന്നതുകൂടി പ്രേക്ഷകർ അതിനോട് ഒന്ന് ചേർത്ത് വെക്കണം. കാരണം 20 ദിവസം കഴിയുമ്പോൾ ഒരു മനുഷ്യ ശരീരം ഏത് തരത്തിലാകും ഈ ദുരന്തത്തിൽപ്പെട്ട, പ്രത്യേകിച്ചും ഈ വെള്ളത്തിലടക്കം ഒഴുകി നടന്ന ഒരു മൃതദേഹം എങ്ങനെയാകും എന്നുള്ളതും ഏറ്റവും നിർണായകമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്പം സമയമെടുത്തേക്കാം. എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ അല്പം സമയമെടുത്തേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. 3 പേർ, 3 1 4 3 പേരെന്നുള്ളത് അർജുനടക്കം 3 പേരെ അവിടെ കണ്ടെത്താനുണ്ട്. 4മതൊരാൾ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹത്തെ കണ്ടെത്താനുണ്ട് എന്ന് ഈശ്വർ മാൽപ്പെ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അത് വളരെ വ്യക്തവുമാണ് ആ കാര്യം. അപ്പോൾ അവിടെ ആരുടേതാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക എന്നുള്ളത് നിർണായകമായ ഒരു സംഗതിയാണ്. പോലീസ് അവിടെയുണ്ട്. ഒരുപക്ഷെ കൂടുതൽ സംവിധാനങ്ങൾ, ഫോറൻസിക് സംഘമടക്കമുള്ള ഈ പരിശോധന നടത്താനുള്ള സംഘമടക്കമുള്ള വിദഗ്ധരടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയേക്കാം. ദ്രുതഗതിയിൽ ഇതിന്റെ പരിശോധന പൂർത്തിയാവുകയും ചെയ്തേക്കാം. കാരണം അത്രത്തോളം നിർണായകമാണ് അർജുന്റെ
അർജുൻ്റെ വിഷയത്തിൽ നമ്മൾ നടത്തിയ ഒരു ശ്രമം, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും നമ്മുടെ പൊതുസമൂഹം, നമ്മുടെ പോലീസ് സംവിധാനം, നമ്മുടെ സർക്കാർ സംവിധാനം, മാധ്യമങ്ങളൊക്കെ നടത്തിയ വലിയൊരു ശ്രമമുണ്ട് അർജുൻ എവിടെ എന്ന കാര്യത്തിൽ. അസാധ്യമായ പല കാര്യങ്ങളും അവർ സാധിച്ചെടുത്തത് കേരളത്തിൻ്റെ അത്ര വലിയ ഒരു എഫേർട്ടായിരുന്നു. ഒരാൾക്ക് വേണ്ടി ഇത്രയധികം ഒരുപക്ഷെ എഫേർട്ട് എടുത്ത ഒരു ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത്രത്തോളം അർജുനെ സ്നേഹിച്ച ആളുകൾ, അർജുന് പ്രിയപ്പെട്ടവരായ നിരവധി ആളുകൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഒരു ഫലം കർണാടകയിൽ സംഭവിക്കുകയും ചെയ്തു. അർജുൻ്റെ വിവരം കിട്ടിയില്ല എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് നിർണായകമായ നിമിഷങ്ങളാണ്. എങ്ങനെ ഈ വിവരങ്ങൾ ഏത് നിമിഷവും കിട്ടും എന്നുള്ളത് മലയാളി കാത്തിരിക്കുകയാണ്. അർജുൻ ആ തരത്തിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ. അഭിലാഷ്, നമുക്ക് നിർണായകമാണ്, കാരണം അത്രത്തോളം നമ്മൾ എത്രയോ ദിവസങ്ങൾ അർജുന് വേണ്ടി കാത്തിരുന്നവരാണ്. ഈ വയനാട് ദുരന്തം വളരെ പെട്ടെന്ന് വന്നപ്പോൾ ഒരു ഫോക്കസ് മാറി എന്നുള്ളതല്ലാതെ അതിനിടയിലും നമ്മൾ അർജുൻ്റെ വാർത്തകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അസാധ്യമായ പല കാര്യങ്ങളും ഉണ്ട് അവിടെ, മനുഷ്യസാധ്യമല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് അവിടെ എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അഭിലാഷ്? രഞ്ജിത്ത്, ജൂലൈ 16 ആരംഭിച്ച കാത്തിരിപ്പാണിത്. ആ കുടുംബത്തിന്റെ കാത്തിരിപ്പ് നമുക്കറിയാം. അതോടൊപ്പം മലയാളികൾ ഒന്നടങ്കം അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയായിരുന്നു. അതിനിടെ പല വാർത്തകളും പുറത്തു വരികയും പലതരത്തിലുള്ള, അതായത് അർജുന്റെ ലോറി ഉൾപ്പെടെ കണ്ടെത്തുന്ന തരത്തിലേക്കൊക്കെ എത്തുകയും പിന്നീട് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഈ ഗംഗാവാലി പുഴയിൽ നടത്തുവാനും ഒക്കെയുള്ള തീരുമാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ പ്രതികൂലമാകുന്ന കാലാവസ്ഥ ആ കാത്തിരിപ്പിനെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ വിവരം പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ കടലിൽ നിന്ന് ഒരു മൃതദേഹം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ആ മൃതദേഹം തിരിച്ചറിയണമെങ്കിൽ ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടതായി വരും. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന്റെ സഹോദരന്റെ DNA സാമ്പിൾ ഉൾപ്പെടെ നേരത്തെ തന്നെ കർണാടക സർക്കാർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഈ സാമ്പിളുമായി ഇപ്പോൾ ലഭിച്ചിട്ടുള്ള മൃതദേഹത്തിന്റെ സാമ്പിൾ പൊരുത്തപ്പെടുന്നുവെങ്കിൽ മാത്രമാണ് അർജുന്റെ മൃതദേഹമാണത് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് ലഭിക്കുന്ന എന്തും, അതായത് ഒരു ശരീര അവശിഷ്ടം ആണ് എങ്കിൽ പോലും ഗംഗാവാലി പുഴയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പുഴ കടന്ന് എത്തുന്ന കടലിന്റെ ഭാഗത്ത് നിന്നോ ഒക്കെ ലഭിച്ചാൽ അത് ഏറെ നിർണായകമായ ഒന്നായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപേ ആണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടെടുത്തത്. നമുക്കറിയാം, ഈശ്വർ മാൽപേയെ സംബന്ധിച്ചിടത്തോളം ദൗത്യസംഘത്തിന്റെ ഭാഗമായപ്പോൾ മലയാളികൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. കാരണം നിരവധി മൃതദേഹങ്ങൾ ഉൾപ്പെടെ ദുരന്ത സമയങ്ങളിൽ ഉൾപ്പെടെ ഇങ്ങനെ മുങ്ങിപ്പോയവരെ അല്ലെങ്കിൽ കടലിൽ പെട്ടുപോയവരെ, പുഴയിൽ പെട്ടുപോയവരെയൊക്കെ രക്ഷിച്ച ചരിത്രമുള്ള അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ചരിത്രമുള്ള ആളാണ് ഈശ്വർ മാൽപേ. ഈശ്വർ മാൽപേയും ഈ രക്ഷാദൗത്യത്തിന്റെ തെരച്ചിലിന്റെയൊക്കെ ഭാഗമായി ഗംഗാവാലിയിൽ എത്തിയെങ്കിലും അവിടെ തുടരാൻ സാധിക്കുമായിരുന്ന ഒരു സാഹചര്യമല്ല. കാരണം അത്ര ഉയർന്ന അടിയൊഴുക്ക്, ഏതാണ്ട് 6 മുതൽ 8 വരെ നോട്ട് ആയിരുന്നു അടിയൊഴുക്കിന്റെ ശക്തി എന്നത്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പോയത്. അതായത് 3 നോട്ട് വരെ, 2 നോട്ട് വരെയാണ് സാധാരണ മുങ്ങൽ വിദഗ്ധർ അതോടൊപ്പം തന്നെ നമ്മുടെ സേനാ അംഗങ്ങളൊക്കെ പരിശോധനയ്ക്കായി പുഴയിൽ മുങ്ങി തപ്പുകയെങ്കിൽ ഗംഗാവാലിയിലെ ഒഴുക്ക് ഇപ്പോഴും 6 നോട്ടിനും മുകളിൽ ആണ്. അതായത് അത്യന്തം അപകടകരമായ സാഹചര്യം ആണത്. മാത്രവുമല്ല, മുങ്ങൽ വിദഗ്ധരൊക്കെ പരിശോധിച്ചാൽ പോലും അപകടകരമാകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്ത്, ഇപ്പോഴും ഈ പുഴയുടെ സമീപ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ പുഴയിലോ നമുക്ക് പരിശോധന നടത്താൻ സാധിക്കാത്തത്. ഇപ്പോൾ കടലിൽ നിന്നാണ് ഈ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. അത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന നിലയിലൊന്നും തിരിച്ചറിയാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. ഒപ്പം പ്രേക്ഷകരുമായി മറ്റൊരു വിവരം കൂടി പങ്കുവെക്കേണ്ടത്, ഈ പ്രദേശത്ത് നിന്ന് തന്നെ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മത്സ്യത്തൊഴിലാളിയുടേതാണോ മൃതദേഹം എന്നതിലും വ്യക്തതയില്ല. പക്ഷേ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. അതോടൊപ്പം തന്നെ 3 മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹമാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അർജുന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഷിരൂരിൽ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. കഴിഞ്ഞ ദിവസവും പ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയായിരുന്നു നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചത്. അതായത് ഈ അർജുന്റെ തെരച്ചിൽ അവസാനിപ്പിക്കുമോ, അത് നിർത്തിവെക്കുമോ, അല്ലെങ്കിൽ വേണ്ട എന്ന് കർണാടക സർക്കാർ തീരുമാനിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അഗനാശിനി ബാഡെ എന്ന പ്രദേശത്ത്, അതായത് ഈ ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അകലെ എന്നാണ് മനസ്സിലാകുന്നത്. അഗനാശിനി ബാഡെ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതൊരു മത്സ്യത്തൊഴിലാളി മേഖലയാണ് എന്നുള്ളതും വ്യക്തമാകുന്നുണ്ട്. ഈ വിവരം പങ്കുവച്ചത് ഈശ്വർ മാൽപേ തന്നെയാണ്. ഈ തരത്തിൽ ഇവിടെ മനസ്സിലാകുന്ന മനാഫ്, അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനാഫ് ആ മേഖലയെ, ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. അർജുൻ്റെ സഹോദരൻ്റെ DNA സാമ്പിൾ നേരത്തെ ശേഖരിച്ചു
ആരംഭിച്ചത് അത് ഒരു പ്രധാന തെളിവായി ഒരുപക്ഷെ മാറും. അതനുസരിച്ചുള്ള പരിശോധനയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അഗനാശിനി ബാഡെ മേഖലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. കടൽ തീരത്ത് കണ്ടത് പുരുഷന്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് അഭിലാഷ്, അങ്ങനെ ഒരു സ്ഥിരീകരണം കൂടി വരുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗികമായ, അതായത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൃത്യമായൊരു ഔദ്യോഗികമായ സ്ഥിരീകരണമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒഫീഷ്യലി അനൗൺസ് ചെയ്യേണ്ട പശ്ചാത്തലമുണ്ട്. ഈ മൃതദേഹം പുരുഷൻ്റേതാണോ സ്ത്രീയുടേതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പുരുഷൻ്റേത് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ DNA പരിശോധന തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. ശരീരാവശിഷ്ടം എത്രമേൽ ജീർണിച്ച അവസ്ഥയിലാണ് എങ്കിൽ പോലും DNA പരിശോധനയിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ സാമ്പിൾ നേരത്തെ തന്നെ അർജുന്റെ കുടുംബാംഗത്തിന്റെ അല്ലെങ്കിൽ സഹോദരന്റെ സാമ്പിൾ നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാമ്പിൾ മനാഫ് ടെലിഫോണിലുണ്ട്. മനാഫ്, എന്താണ് മനാഫിന് കിട്ടിയ